എഫേസ്യർ 2:20 വരെ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. പ്രിയമുള്ളവരെ, ദൈവസഭ എന്നുള്ളത് പല ഉപമാനങ്ങളിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മുഖ്യമായി കാതലായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ദൈവസഭയെ ഒരു കെട്ടിടമായി വെളിപ്പെടുത്തുക. അത് മുഖ്യമായതെന്ന് പറഞ്ഞാൽ ഈ ദൈവസഭയാണ് പുതിയ യെരുശലേമായിട്ട് വെളിപ്പെടുന്നത്. പുതിയ യെരുശലേമിന്റെ പണിയെക്കുറിച്ചാണ് ദൈവസഭയിൽ കൂടെ നാം പഠിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവമക്കളാകുന്ന നമ്മെ ദൈവത്തിന്റെ ആലയമാകേണ്ടതിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും ഓരോ കല്ലുകളായി കൊണ്ടുവന്ന് ദൈവത്തിന്റെ ആലയമായി പണിതുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 9 വായിച്ചാട്ട്. 9-10. അതെ, അത് തന്നെ. അന്ത്യപാത 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാം. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവതേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അതിന് പൊക്കമുള്ള മതി. ഇവിടെ നാം വായിക്കുന്നത് പുതിയ യെരുശലേം എത്ര ശോഭയേറിയതാണ്. അപ്പോൾ ആ പുതിയ യെരുശലേം ആകുന്ന ആത്മീയ കെട്ടിടത്തെ ഇവിടെയാണ് പണിയുന്നത്. അതിന്റെ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തു. യെശയ്യാവ് 28:16 വായിച്ചാൽ, ഐസിയ 28:16. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ഇനി 1 പത്രോസ് 2:4-7 വരെ. 1 Peter chapter 2 verse 4-7. 1 Peter chapter 2 verse 4-7. 1 പത്രോസ് 2:4-7 വരെ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. ഇവിടെ നാം വായിക്കുന്നത് മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് ജീവൻ പ്രാപിച്ച് ദൈവത്തിന്റെ ആലയമായി പണിതു വരുന്നു. അങ്ങനെ ആലയമായി പണിതു വരുന്ന കല്ലുകളെ കുറിച്ച് ഒരു ദൃഷ്ടാന്തമായി 1 രാജാവ് 6:7 വായിച്ചാൽ. 1 King chapter 6 verse 7. 1 King chapter 6 verse 7. വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ല. ശലോമോൻ പണിത ദേവാലയത്തിന്റെ വലിയ കല്ലുകളായിരുന്നു. അതിന്റെ കുറവുകളെല്ലാം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ തീർത്തിട്ടാണ് കൊണ്ടുവന്നിട്ട് അത് ഭിത്തിയിൽ കൊണ്ടുവന്നിട്ട് ഒരു പണിയുമില്ല. അതുപോലെ പുതിയ യെരുശലേമിന്റെ കല്ലുകളാകുന്ന നമ്മുടെ ഒരുക്കങ്ങളെല്ലാം വെട്ടുകുഴിയാകുന്ന ഈ ഭൂമിയിൽ വെച്ച് തന്നെ പൂർണ്ണമായി തീർത്തേ മതിയാകും. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇന്ന് ദൈവത്തിന്റെ സഭയിൽ 2 വിധ പണികൾ നടക്കുന്നുണ്ട്. ഒരു ചെറിയ കൂട്ടം കല്ലുകളെ തയ്യാറാക്കുന്നു. വലിയൊരു കൂട്ടം ദൈവത്തിന്റെ ആലയത്തിൽ ആളുകളെ കൊണ്ടുവന്ന്
അവരെ ആശ്വാസം പ്രാപിപ്പിച്ച് മടക്കിവിടും. എന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടം ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നത് ആശ്വാസം പ്രാപിക്കാനാണ്. അവരുടെ കഷ്ടതകൾ മാറണം, അവരുടെ പ്രയാസങ്ങൾ മാറണം, അവരുടെ ദുഃഖങ്ങൾ മാറണം, അവരുടെ രോഗം മാറണം. ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിച്ചു പോകുന്നു. എന്നാൽ ഒരു ചെറിയൊരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു? കല്ലുകളെ തയ്യാറാക്കുന്നു. ഈ വലിയ വ്യത്യാസം നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം. ഇന്ന് ശുശ്രൂഷയിൽ നടക്കുന്ന, ദൈവനാമത്തിൽ നടക്കുന്ന ശുശ്രൂഷയിൽ ഭൂരിഭാഗവും ദൈവസഭയിൽ കൊണ്ടുവന്ന് ഓരോരുത്തരുടെ പ്രയാസങ്ങൾ മാറ്റി അവരെ സന്തോഷിപ്പിച്ചങ്ങ് മടക്കുകയാണ്. ദൈവ സ്നേഹവാനാകയാൽ, കരുണാസമ്പന്നനാകയാൽ, മനസ്സല്ലുള്ളവനാകയാൽ അവർ വന്ന് ആശ്വാസം പ്രാപിക്കുകയും സന്തോഷം പ്രാപിക്കുകയും രോഗസൗഖ്യം പ്രാപിക്കുകയും ദുഃഖം മാറുകയും അങ്ങനെ അവരെ കടന്നു പോകുന്നു. അങ്ങനെ വലിയൊരു കൂട്ടം വരുന്നുണ്ട്. എന്നാൽ ചെറിയൊരു കൂട്ടം മാത്രമേ കല്ലുകളെ ഒരുക്കുന്നുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കല്ലുകളായി ദേവാലയത്തിൽ ചേർക്കപ്പെട്ടവരെ പോകത്തുള്ളൂ. മറ്റോർക്ക് ലഭിച്ചത് ആശ്വാസം മാത്രം. ഞാൻ പറഞ്ഞ എത്ര പേര് കേട്ടു? ആശ്വാസം, ദൈവം ആശ്വാസം കൊടുക്കുന്നവനാണ്, മനസ്സലിയുള്ളവനാണ്, കരുണയുള്ളവനാണ്. വരുന്നവർക്കെല്ലാം, ലോകത്തുള്ളവർക്കെല്ലാവർക്കും കരുണ കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആലയത്തിൽ വരുന്നവർക്കും എന്ത് ചെയ്യുന്നു? കരുണ കൊടുക്കുന്നു. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരിലും മഴ പെയ്യ്ക്കുന്നവനായ ദൈവം എല്ലാവർക്കും. അതുകൊണ്ട് ആലയത്തിൽ വരുന്നവർക്കല്ല. അപ്പോൾ ആലയത്തിൽ ഇന്ന് കരുണയും ആശ്വാസവും പകരുന്നവരാണ് വലിയൊരു കൂട്ടം. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കല്ലുകളുടെ കുറവ് തീർക്കുന്നവർ എത്ര പേരുണ്ട്? കല്ലുകളുടെ കുറവ് തീർക്കുന്ന, കല്ലുകളുടെ കുറവ് തീർത്ത് ആരെല്ലാം ആ സൗധത്തിൽ ശരിയായി ഫിറ്റായോ അവർ മാത്രമേ കാഹളം കേൾക്കത്തുള്ളൂ. ഈ ആശ്വാസം പ്രാപിച്ചവരൊന്നും കാഹളം കേൾക്കാൻ പോകുന്നില്ല. ഈ ആശ്വാസം പ്രാപിച്ചവരൊന്നും കാഹളത്തിന് ശബ്ദം കേൾക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഈ കെട്ടിടത്തിൽ ചേർന്ന് പണിയപ്പെട്ടവരെല്ലാം പോകും. ആശ്വാസം പ്രാപിക്കാൻ വന്നവരെല്ലാം ആശ്വാസം പ്രാപിച്ച് സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കും. ഇത് നല്ലവണ്ണം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ദൈവത്തിന്റെ ആലയത്തിൽ വന്ന ആശ്വാസം പ്രാപിക്കണോ, അതോ എന്റെ കുറവുകൾ തീർത്തന്നെ ഒരു നല്ല കല്ലാക്കി തീർക്കണമോ? സിയോനിൽ ഇട്ടിരിക്കുന്ന കല്ല് പരിശോധിപ്പിക്കപ്പെട്ട കല്ലാണ്. എല്ലാവിധ കഷ്ടങ്ങളിലും നിന്ദകളിലും അപമാനങ്ങളിലും എല്ലാറ്റിലും കൂടെ കടന്നുപോയി പരിശോധിപ്പിക്കപ്പെട്ട, ശോധന ചെയ്ത കല്ലാണ്. അപ്പൊ അതിന്റെ അടുക്കൽ വരുന്ന കല്ലുകളെല്ലാം എങ്ങനെയുള്ള കല്ലുകളായിരിക്കണം? ശോധന ചെയ്യപ്പെട്ട കല്ലുകളായിരിക്കണം. ഇന്ന് നിങ്ങൾ പൊതുവായി വലിയ യോഗങ്ങൾ നടക്കുന്നുണ്ട്, വലിയ ഉണർവ് യോഗങ്ങൾ നടക്കുന്നുണ്ട്, ക്രൂസൈഡുകൾ നടക്കുന്നുണ്ട്. ഇതിലെല്ലാം നടക്കുന്ന പടിയിൽ ആശ്വാസം വരുന്നവർക്കെല്ലാം ദൈവം ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് ആശ്വാസം പകരുന്നു. അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ആശ്വാസം പകരുന്നത് നല്ലത് തന്നെ. ആശ്വാസം വേണ്ടി ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ്. കരുണയാൽ നിറഞ്ഞവനാണ്, ദയയാൽ നിറഞ്ഞവനാണ്. ദൈവത്തിന്റെ ദയ അവരനുഭവിക്കട്ടെ, ദൈവത്തിന്റെ കരുണ അവരനുഭവിക്കട്ടെ. എന്നാൽ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്തിനു വേണ്ടിയാണ്? ഓരോ കല്ലുകളെയും വെട്ടിയെടുത്ത് കൊണ്ടുവരണം. വെട്ടിയെടുത്ത് അതിന്റെ കുറവുകൾ തീർത്ത് എങ്ങനെയായിരിക്കണം ഓരോ കല്ല് എന്ന് മനസ്സിലാക്കി ആ സ്ഥാനത്തിനനുസരിച്ച് ഓരോ കല്ലുകളെയും പണിയണം. അങ്ങനെ പണിയപ്പെടുന്നവർ മാത്രമേ കാഹളം കേൾക്കയുള്ളൂ. അവർ മാത്രമേ കുഞ്ഞാട്ടിന്റെ കാന്തയായി തീരത്തുള്ളൂ. അവിടെ നാം വായിക്കുന്ന പുതിയ യെരൂശലേം ഇറങ്ങി വരുമ്പോൾ അതിന്റെ കല്ലുകൾ അങ്ങനെ വിളങ്ങുകയാണ്. ഈ വിളക്കം എവിടുന്ന് കിട്ടിയതാണ്? ഈ ഭൂമിയിലുള്ള കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓരോ കല്ലിന് തിളക്കത്തിന് മേൽ തിളക്കം വരികയാണ്. ഹല്ലേലൂയ!
രോഗമാകുന്ന കഷ്ടം, പട്ടിണിയാകുന്നത്, നിന്ന, അപമാനം, ഇങ്ങനെ ഓരോരോ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്തോറും, ഓരോ പരിശോധനയിൽ കൂടെ കടന്നു പോകുന്തോറും നമ്മുടെ നിറം മാറുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ നിറം മാറുകയാണ്. സ്തോത്രം. ഇപ്പോൾ ഉദാഹരണമായി ഈ കപ്പ് നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. ഇത് കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. ഈ കപ്പിനോട് ചോദിക്കണം, നിന്റെ സാക്ഷ്യം ഒന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കപ്പ് പറയും, എന്റെ സാക്ഷ്യം വളരെ ദുഃഖകരമായ സാക്ഷ്യമാണ്. എന്നെ ഞാനൊരു മണ്ണായി കിടന്നു, എന്നെ വലിച്ചെടുത്തു, ഉരുട്ടി ആസിഡൊക്കെ ചേർത്ത് ഇടിച്ച് എന്തോ ഞാൻ വിചാരിച്ചു ഇത്രമാത്രം കഷ്ടതയുണ്ടോ. അത് കഴിഞ്ഞ് തീക്കകത്തോട്ട് വെച്ച് ചൂടാക്കി 4 വശത്തും വാതിലടച്ച് ശ്വാസം പോലും വിടാൻ വയ്യാത്ത നിലയിലായി. അപ്പോഴേ ഞാൻ വിചാരിച്ചു മുഴുവനും തീർന്നു. ഒടുവിൽ സമയമായപ്പോൾ ആ വാതിലൊക്കെ ഒന്ന് തുറന്നപ്പോൾ കുറച്ച് കാറ്റൊക്കെ വന്നപ്പോൾ എൻ്റെ രൂപം അങ്ങ് മാറി. ഞാൻ മണ്ണിന്റെ നിറമായിരുന്നു, ഇപ്പോൾ എൻ്റെ നിറം നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ. ഇതുപോലെ ദൈവമക്കളാകുന്ന നമ്മെ സിയോനിൽ ചേർത്ത് മണിയുവാൻ പ്രിയ സഹോദര സഹോദരി ആശ്വാസം പ്രാപിച്ചാൽ പോരാ, കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോകുവാനുള്ള ഒരുക്കം മനസ്സിലുണ്ടായിരിക്കണം. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മുടെ നിറം മാറ്റുന്ന ആ തീച്ചൂളയിൽ കൂടെ പോകുവാൻ നമുക്ക് ഒരുക്കമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഈ വീടൊക്കെ പണിയുന്ന ഇഷ്ടികകൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ഇഷ്ടിക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. ആദ്യമേ കിളച്ച് എല്ലാം എടുത്ത് ചവിട്ടി മണ്ണ് രൂപമാക്കുന്നു. അതിനകത്ത് വേരുകളെല്ലാം പറക്കിക്കളയുന്നു. അതിനുശേഷം ഒരു ഫ്രെയിമിനകത്തിട്ട് അതിൻ്റെ രൂപം ഉണ്ടാക്കുന്നു. അപ്പോൾ വിചാരിക്കും ഇത്രമാത്രം കഷ്ടമാണോ? പിന്നെ വെയിലത്ത് വെച്ചൊന്ന് ഉറക്കുന്നു. അത് കഴിഞ്ഞ് കൊണ്ടുപോയി ആ ഇഷ്ടിക ഉണ്ടാക്കുന്ന ചൂളയ്ക്കകത്ത് വയ്ക്കുന്നു. ചൂളയ്ക്കകത്ത് വയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എല്ലാം എല്ലായിടത്തും കരിയൊക്കെ ഇട്ട് അടുക്കി വെച്ചിട്ട് എല്ലാ വാതിലും അങ്ങ് അടയ്ക്കും. എല്ലാ വാതിലും അങ്ങ് അടച്ചിട്ട് തീ കൊടുക്കും. തീ കൊടുക്കുമ്പോൾ ഭയങ്കര പുകയായ അതിനകത്തങ്ങ് കിടന്ന് ഒരു വിടുതലുമില്ലാത്ത നിലയിൽ വെന്ത് തീർന്നു. അപ്പോൾ വിചാരിച്ചു സകല കാര്യങ്ങളും തീർന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം തുറന്നു നോക്കിയപ്പോൾ മണ്ണിന്റെ നിറം മാറി വേറൊരു നിറമായി. ഇതിനു മുമ്പായിരുന്നെ വെള്ളം വീണാ പൊളിഞ്ഞു പോകുമായിരുന്നു. ഇപ്പം വെള്ളം വീണാ ബലമാകത്തേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടല്ലോ, ഇഷ്ടിക ചൂളയ്ക്കകത്ത് വെക്കുന്നതിന് മുമ്പേ വെള്ളം വീണാൽ എങ്ങനെയാവും? അലിഞ്ഞു പോകും. ഇഷ്ടിക വെന്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? വെള്ളം പിടിച്ച ബലമാവും. അതാണ് ദൈവമക്കളെ നാം രൂപാന്തരപ്പെടുന്നതിന്റെ അവസ്ഥ. ഈ മാർഗമല്ലാതെ വേറൊരു മാർഗമില്ല. അതുകൊണ്ട് 2 കൂട്ടരുണ്ട് ദൈവസഭയിൽ. ഒന്ന്, ആശ്വാസം പ്രാപിക്കുന്ന ദൈവമക്കൾ. അവർ കർത്താവിൽ വിശ്വസിച്ച് എന്ത് പ്രാപിക്കുന്നു? ആശ്വാസം പ്രാപിക്കുന്നു. അവർക്ക് ആശ്വാസം മതി, അവർക്ക് നന്മ മതി. എന്നാൽ വേറൊരു കൂട്ടം, ഒരു ചെറിയ കൂട്ടം കർത്താവേ എന്നെ പണിയണമേ, എൻ്റെ കുറവുകൾ തീർക്കണമേ, എന്നുള്ളതായ എൻ്റെ രൂപം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട്. അപ്പൊ ആശ്വാസം പ്രാപിക്കുന്ന ഒരു കൂട്ടം. ഈ 2 കൂട്ടം കൂടെ ആയത് എങ്ങനെയാ? ജീവനുള്ള കല്ലുകളായി തീരണം. ജീവനുള്ള കല്ലുകളായി തീരണമെങ്കിൽ നമ്മളെല്ലാവരും എന്തായി തീരണം? ജീവനുള്ള കല്ലിന്റെ അടുത്ത് വന്ന് 1 പത്രോസ് 2:4-7 വരെ വീണ്ടും ഒന്നുകൂടെ വായിച്ചാൽ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ജീവനുള്ള കല്ലുകളായി തീരണം. ഹല്ലേലൂയ. കർത്താവിന്റെ ഭവനത്തിൽ വന്ന് ആശ്വാസം പ്രാപിക്കുകയല്ല, എന്തായി തീരണം? ജീവനുള്ള കല്ല്. ജീവനുള്ള കല്ലായി തീരണം. ജീവൻ നമ്മുടെ അടുക്കിലേക്ക് വരണം. അത് 1 പത്രോസ് 1:21 വായിച്ചാൽ,
1 Peter chapter 1 verse 23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മിൽ വീണ്ടും ജനനത്തിന്റെ വിത്താകുന്ന ദൈവത്തിന്റെ വചനം കടന്നു വരണം. ആശ്വാസം പ്രാപിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ജീവൻ പ്രാപിക്കുന്ന, ജീവൻ കൊടുക്കുന്ന വിത്ത് വരണം. അപ്പം ജീവൻ കൊടുക്കുന്ന വിത്ത് വരാൻ എങ്ങനെയാ വരുന്നത്? മത്തായിയുടെ സുവിശേഷം 13:22 ഒന്ന് വായിച്ചാൽ. 13:22. മത്തായി 13:22. മാത്യു ചാപ്റ്റർ 13 verse 22. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ജീവനുള്ള വിത്ത് വരത്തില്ല. മുള്ളിനിടയിൽ കർത്താവ് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞു, നാം യഥാർത്ഥമായി ആഴമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് വചനമാകുന്ന വിത്ത് നമ്മിൽ കൊണ്ടുവരുന്നത് പാസ്റ്റർ അല്ല, പ്രാസംഗികനല്ല, പരിശുദ്ധാത്മാവാണ്. പാസ്റ്റർമാർക്കും പ്രാസംഗികന്മാർക്കും ഹൃദയം ഉഴുവാൻ മാത്രമേ കഴിയുള്ളൂ. കേൾക്കുന്നുവോ? എത്ര വലിയ പ്രാസംഗികനാണെങ്കിലും പാപത്തെക്കുറിച്ച് പറഞ്ഞ് എന്ത് ചെയ്യാൻ കഴിയും? ഒഴുവാൻ കഴിയും. എന്നാൽ ജീവനുള്ള വിത്ത് ആരാ കൊണ്ടുവരുന്നത്? പരിശുദ്ധാത്മാവ് മാത്രമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ജീവനുള്ള വിത്ത് കൊണ്ടുവരണമെങ്കിൽ നോക്കും, ഈ ഹൃദയം ഉഴുതപ്പെട്ടതാണോ? ഇന്ന് നാം വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന്. അല്ല സഹോദരന്മാരെ, സഭയിൽ കാണുന്ന നല്ലൊരു ഭൂരിഭാഗവും രക്ഷിക്കപ്പെട്ടവരല്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കോപം വരും. സഭയിൽ കാണുന്ന നല്ലൊരു ഭൂഭാഗം രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത്, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന് പറയുന്നവരും വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരെ അല്ല. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരല്ലാത്തത്? അവിടെ ഹൃദയത്തിൽ ഇപ്പോഴും ആഗ്രഹങ്ങൾ കിടക്കുക. ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങളൊന്ന് പക്ഷാഭേദം കൂടാതെന്ന് പറഞ്ഞാൽ, ഇന്ന് ആലയത്തിൽ വരുന്ന ഭൂരിഭാഗവും എന്തിനു വേണ്ടിയാ വരുന്നത്? ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മുഖ്യ ഉദ്ദേശം എന്തുവാ? പ്രയാസങ്ങളെല്ലാം മാറി അനുഗ്രഹം പ്രാപിക്കുക. ഹൃദയത്തിൽ ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം വചനമാകുന്ന വിത്ത് കൊണ്ടുവരികയില്ല. രക്ഷിക്കപ്പെട്ടെന്നൊരു ചിന്തയൊക്കെയാണ്. 2 ചാട്ടം ചാടി 2 അന്യഭാഷ പറയും. ഇന്ന് അന്യഭാഷ പറയുന്നവരുടെ ഹിന്ദുക്കളുടെ ഈ സത്സംഗി പോയി നോക്കിയാൽ ആശാറാം ബാപ്പോ ഒക്കെ അവർ തന്നെ ഇരുന്ന് പട്ട പട്ടോ കുട്ടോ പട്ടോ എന്ന് പറയാൻ തുടങ്ങും. എല്ലാവരും പറയും. അതുപോലെ റോക്ക് ആൻഡ് റോൾ കഴിക്കുന്നവർ. ഇന്ന് അന്യഭാഷ എല്ലായിടത്തും ഉണ്ട്. അന്യഭാഷ ഇന്നത്തെ സ്റ്റൈലായി മാറിയിരിക്കുക. സിഖ് ക്ഷേത്രത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സിഖ് ക്ഷേത്രം ഇരുന്ന് നല്ലപോലെ അന്യഭാഷ പറയും. ഇപ്പൊ നിങ്ങൾ അന്യഭാഷ പറയുന്നതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് കിട്ടിയെന്നൊന്നും വിചാരിക്കേണ്ട. അതിനാണ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 3-4 വായിച്ചാൽ. 2 കൊരിന്ത്യർ 11 3-4. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, വേറൊരു ആത്മാവ്, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, വേറൊരു ക്രിസ്തു, വേറൊരു സുവിശേഷം. ഇത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം എടുത്താട്ട് 7:21 മുതലാണെന്ന് തോന്നുന്നു. വായിച്ചാട്ട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും. യേശുവേ, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ വീര്യപ്രവൃത്തികളെല്ലാം ചെയ്തത്.
ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. അധർമ്മം ഇന്ന് സഭയിൽ കാണുന്നതിൽ ഭൂരിഭാഗവും രക്ഷിക്കപ്പെട്ടവരല്ല. അവർ സ്നാനപ്പെട്ടത് ശരിയാണ്, അവർ അന്യഭാഷ പറയുന്നത് ശരിയാണ്, എന്നാൽ അവരിൽ എന്തു വന്നിട്ടില്ല? രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷയുടെ വിത്ത് ആരാ കൊണ്ടുവരേണ്ടത്? പരിശുദ്ധാത്മ. പരിശുദ്ധാത്മ എങ്ങനെയുള്ള ഹൃദയത്തിലാണ് കൊണ്ടുവരുന്നത്? നല്ലവണ്ണം ഉഴുത് പാപത്തിന്റെ ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളാകുന്ന വേരുകളെ പറിച്ചു കളയുന്നിടത്തേ പരിശുദ്ധാത്മാവിത്വം. നിങ്ങളുടെ പള്ളി, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ രജിസ്റ്ററിൽ ഒന്നാം തരം ചിലപ്പോൾ സെക്രട്ടറി ആയിരിക്കും, ചിലപ്പോൾ ട്രഷറർ ആയിരിക്കും, കമ്മിറ്റി മെമ്പർ ആയിരിക്കും, എല്ലാം ശരിയാ. രജിസ്റ്ററിൽ നിങ്ങളുടെ പേര് നല്ലവണ്ണം എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ എഴുതണമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയണം, ഇവന്റെ പേര് ഇവന്റെ ഉള്ളിൽ ജീവന്റെ വിത്ത് വെച്ചുകൊണ്ട് എഴുതുക. എഴുതുന്ന പരിപാടി ആരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല. എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഒരു പാസ്റ്റർമാരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. അത് പിതാവാകുന്ന ദൈവവും പുത്രനാകുന്ന ദൈവവും പരിശുദ്ധാത്മാവും ദൈവം കയ്യിൽ വെച്ചിരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ? ഞാൻ ദൈവാത്മാവിൽ സത്യമാണ് പറയുന്നത്. യെരമ്യാവിന്റെ പ്രവചനം 4:3 വായിച്ചാൽ, യെരമ്യാവ് 4:3. യഹൂദ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. ഹല്ലേലൂയ. ഇന്ന് ആശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ എല്ലാവരും, ഇന്നിവിടെ ഇന്ന് ആശ്വാസത്തിന്റെ യോഗമായിരുന്നെങ്കിൽ അങ്ങ് താഴെ റോഡിൽ വരെ ആളുകൾ കാണുമായിരുന്നു. ഇവിടെ എങ്ങും നിൽക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ലായിരുന്നു. എത്ര 1000 പേര് വന്നേന്. സ്പെഷ്യൽ ബസ്സുകൾ തന്നെ വന്നു പോയാലും ബസ്സുകാർ തന്നെ വന്നിട്ട് ആൾക്കൂട്ടുന്ന നമുക്ക് ബസ് സ്പെഷ്യൽ ഇട്ട് കളയാ പറയാമായിരുന്നു. ഇവിടെ പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തള്ളി ഞെക്കി കുറച്ച് പേര് വരുന്നു. കർത്താവിന് സ്തോത്രം. കുറഞ്ഞ പക്ഷം ഈ മുണ്ടക്കയത്ത് യഥാർത്ഥ വചനത്തിന് താല്പര്യമുള്ള കുറച്ചുപേരെങ്കിലും ഉണ്ടല്ലോ, അതിന് ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ അധികം അഡ്വർടൈസ്മെന്റും മറ്റും നിങ്ങളുടെ ഈ മഴയ്ക്കെല്ലാം മഴ വരുന്ന കർത്താവിന് സ്തോത്രം പറയുന്നത്. ഞാനിത് കഴിഞ്ഞ ദിവസം മഴ വന്നപ്പോൾ ഞാൻ കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഇത്രയും മഴയ്ക്കായി സ്തോത്രം. കർത്താവ് ഇവിടെ കൂട്ടമല്ല വേണ്ടിയത്, താല്പര്യമുള്ള 2 3 4 പേർ കടന്നു വരട്ടെ. ദൈവജനമേ, വലിയ വഞ്ചനയുടെ ആത്മാവ് കേരളത്തിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വഞ്ചനയുടെ ആത്മാവ് കേരളത്തിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലുകളെ ഒരുക്കേണ്ടതിന് പകരം ഇന്നെല്ലാവരും ആശ്വാസത്തിന് പോയിരിക്കുന്നതിനാൽ വല്ലയിടത്തും കല്ലുകൾ ഒരുക്കുന്ന പരിപാടിയെ അങ്ങ് മാറ്റിയിരിക്കുക. കാരണം വല്ല കല്ലുകൾ ഒരുക്കുന്ന കർത്താവിന്റെ ദാസന്മാരുണ്ട്, അവരും ആ പണി നിർത്തിവെച്ചിരിക്കുക. കാരണം കല്ലുകൾ ഒരുക്കുകയാണെങ്കിൽ അവിടെ ആരും വരത്തില്ല, ആ സഭയിൽ ആരും പോകത്തേ ഇല്ല. അതുകൊണ്ട് നമുക്കും ഉപവാസ പ്രാർത്ഥന തുടങ്ങിയേക്കാം. ഇന്നത്തെ എളുപ്പ പണി, ആത്മാക്കളെ പിടിക്കാനുള്ള എളുപ്പ പണി എന്താണെന്നറിയാം? ഉപവാസ പ്രാർത്ഥന. ചൊവ്വാഴ്ച തോറും ഞങ്ങളുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും. പ്രയാസങ്ങളോട് വന്നാട്ട് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ എത്രയായാലും ഒരു മാസം 5-6 പേരെങ്കിലും സ്നാനപ്പെടാൻ കാണും. നല്ലത് തന്നെ. എന്നാൽ ഇതിൽ എത്ര കല്ലുകൾ കാഹളം തൊലിക്കുമ്പോൾ കേൾക്കപ്പെടും? എനിക്ക് ദുഃഖമുണ്ട്. കർത്താവ് വന്നു കഴിഞ്ഞിട്ട് ഉപവാസ പ്രാർത്ഥനക്കാർ ഉപവാസ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും. കർത്താവ് വന്നു കഴിഞ്ഞ് പോയിട്ട് സഭ മേളിൽ എടുത്തുകൊണ്ട് പോയപ്പോഴും ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും കുഴപ്പം വരികയില്ല. ഹല്ലേലൂയ. വളരെ ചുരുക്കം പേരെ എടുക്കൊള്ളപ്പെടുകയുള്ളൂ. ഞാനിത് പറയുന്നതിൽ നിങ്ങൾക്ക് ദുഃഖം തോന്നുമെങ്കിലും സത്യം പറഞ്ഞേ മതിയാകുള്ളൂ. സത്യം പറഞ്ഞേ മതിയാകുള്ളൂ. ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നത് ആശ്വാസം പ്രാപിക്കാനല്ല,
കുറവുകൾ തീർത്ത കല്ലുകളായി തീരുവാൻ. ഹല്ലേലൂയ. കർത്താവേ, നിന്നോട് ചേർത്ത് പണിയുവാൻ നീ എന്നെ കല്ലുകളായി വിളിച്ചപ്പോൾ നിന്റെ രീതിക്കനുസരിച്ച കുറവ് തീർത്ത കല്ലാക്കി എന്നെ തീർക്കണമേ. അങ്ങനെ തീർത്ത കല്ലുകൾ മാത്രം. അത് കുറച്ച് IPC നിന്ന് വരും, കുറച്ച് ചർച്ച് ഓഫ് ഗോഡിൽ നിന്ന് വരും, കുറച്ച് ഇൻഡിപെൻഡന്റ് നിന്ന് വരും, കുറച്ച് ബാറ്റേ ഗ്രൂപ്പിൽ നിന്ന് വരും, ഏതെല്ലാം ഗ്രൂപ്പിൽ നിന്ന് വരും അറിഞ്ഞുകൂടാ. കർത്താവിന് മാത്രം അറിയാം. അങ്ങനെ കുറവ് തീർത്ത കല്ലുകളെ കൊണ്ടാണ് കർത്താവ് ആലയം പണിയുന്നത്. ഹല്ലേലൂയ. ആകയാൽ ദൈവജനമേ, ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നത്, വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. വഞ്ചിക്കപ്പെടാതിരിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവൻ എഫേസ്യർ 2 അതേ വാക്യം വീണ്ടും വായിച്ച 2:20 മുതൽ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് ഓരോ കല്ലിനും ഓരോരോ ഭാഗമുണ്ട്. യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു. ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ ആശ്വാസം കൊടുക്കുകയാണോ പണിയാണോ നടക്കുന്നത്? പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്നാൽ ഇന്നെന്താ നടക്കുന്നത്? ഇന്ന് ആശ്വാസത്തിന്റെ ചന്തയായി മാറിയിരിക്കുകയാണ്. മീൻ ചന്ത പോലായിരിക്കുകയാണ്. ചില ആശ്വാസദായന്മാർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യേണ്ടവരെ എല്ലാം എന്റെ അടുക്ക് കൊണ്ടുവന്നാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചവരെ സൗഖ്യമാക്കിക്കോളാം. ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ്, ഓരോ ആശ്വാസ സ്പെഷ്യലിസ്റ്റുകൾ ഇറങ്ങിയിരിക്കുകയാണ്. രോഗശാന്തി സ്പെഷ്യലിസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ദൈവജനം അറിയാവുന്ന കേരളത്തിലും ഇത് കാണുമ്പോൾ, ഇത് കണ്ടിട്ടും ആരും വാ തുറക്കാതിരിക്കുമ്പോൾ എനിക്ക് തന്നെ ആശ്ചര്യം തോന്നുകയാണ്. ദൈവജനം അറിയാവുന്ന, ദൈവജനം വായിച്ച് പഠിച്ച കേരളത്തിലും ഇപ്രകാരം ആശ്വാസ കച്ചവടങ്ങൾ കാണുമ്പോൾ കർത്താവിന്റെ ദാസന്മാർ മിണ്ടാതിരിക്കുന്ന കാണുന്നത് എനിക്ക് വളരെ ആശ്ചര്യം തോന്നുന്നു. വടക്കേ ഇന്ത്യയിലാണ്, അവർക്ക് ഈ വചനമൊന്നും അറിയത്തില്ല. കേരളത്തിലുള്ള ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ദൈവസഭ എന്ന് പറയുന്ന ആശ്വാസ ചന്തയല്ല. ഇന്ന് ദൈവസഭ പണിയുന്നില്ല. ആശ്വാസ ചന്ത, സ്നേഹത്തിന്റെ ചന്ത, പലവിധ ചന്തയായി മാറിയിരിക്കുകയാണ് ദൈവസഭ. ഓരോ കൺവെൻഷനുകളെല്ലാം ചന്ത. മുൻപ് ഞാൻ ബാലനായിരുന്നപ്പോൾ ഈ കന്നുകാലി ചന്തയുണ്ടായിരുന്നു. അതുപോലെ ഇന്നിപ്പോൾ രോഗശാന്തി ചന്തകൾ തുടങ്ങിയിരിക്കുകയാണ്. എവിടുന്നെല്ലാം ആളുകൾ വരുന്നതെന്നറിയാവോ? ചന്തയിൽ ഓരോ സ്റ്റാളുകളിട്ട് ചന്ത നടത്തുകയാണ്. അതിൻ്റെ കൂടെ സംഗീതത്തിന്റെ ചന്തയുമുണ്ട്. എല്ലാ ചന്തയും നടത്തിക്കൊണ്ടിരുന്നുകൊള്ളുവീൻ. കാഹളം വന്ന് സഭ പോകുന്നതിന് ശേഷം ഇവിടെ ചന്ത നടന്നുകൊണ്ടിരിക്കും. ആ 7 വർഷത്തെ കാലവും ഇവിടെ ചന്ത നടക്കും. എന്നാൽ തിരുസഭ എടുത്തുകൊള്ളപ്പെടും. ആകയാൽ ദൈവസഭ എന്നുള്ളത് ആശ്വാസം കൊടുക്കാനുള്ള സ്ഥലമല്ല. ഓരോ കല്ലിനെയും വെട്ടുകയും മുറിക്കുകയും. നിങ്ങൾ പണിയെടുത്തിട്ട് നോക്കണം. ആശാരിമാർ പണിയെടുത്തിട്ട് കല്ലെടുത്ത് നോക്കുമ്പോൾ അവിടെ എന്താ കേൾക്കുന്നത്? അവിടെ എന്താ? നിങ്ങൾ വെട്ടുകുഴിയിൽ പോയി നോക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പാറ പൊട്ടിക്കുന്നിടത്ത് എത്ര പേര് കണ്ടിട്ടുണ്ട്? അവിടെ എത്ര ആശ്വാസമാണ് അവിടെ നോക്കിയാൽ. അവിടുത്തെ ഉപകരണങ്ങളെല്ലാം പഞ്ഞി പോലുള്ളതാണോ, ഉളി പോലുള്ളതും കൊട്ടുകൂടി പോലുള്ളതുമാണോ? എങ്ങനത്തുള്ളതാ? പറഞ്ഞാട്ട് നിങ്ങൾ ഈ പാറ പൊട്ടിക്കുന്നത് പോയി കണ്ടിട്ടുണ്ടോ? കല്ലുകൾ പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കാട്ടെ, എവിടെയെങ്കിലും കണ്ടിട്ടുള്ളവർ. അവിടെ എത്ര പേര് എണ്ണക്കുപ്പി കൊണ്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞാട്ട്. പ്രിയമുള്ളവരെ, അവിടെ എല്ലാം ചുറ്റികയും വലിയ കല്ലിനാണെങ്കിൽ ഉളി വെച്ചിട്ട് 2 കൈ കൊണ്ട് പിടിച്ചടിക്കുകയാണ്. എല്ലാം കൊട്ടും മുട്ടുമല്ലാതെ അവിടെ വേറൊരു പരിപാടിയുമില്ല. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കൊട്ടും മുട്ടുമല്ലാതെ വേറൊന്നുമില്ലേ.
ഓരോ കല്ലും ഒരുക്കി 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 വെച്ചിരിക്കുകയാണ്. കാളം തൊനിക്കുമ്പോൾ ഈ കല്ലുകളെല്ലാം സ്വർഗത്തിൽ ചെന്ന് ഒരു സൗധമായി തീരും. ഹല്ലേലൂയ. അതിനൊരു മിനിറ്റ്, ഒരു സെക്കൻഡേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ആശ്വാസമല്ല വേണ്ടിയത്. കർത്താവേ, ചുറ്റി ഉപയോഗിക്കുക, ഉളി ഉപയോഗിക്കുക, എന്നെ ഒരുക്കുക, എന്നെ തള്ളിക്കളയരുതേ. ആശ്വാസം പ്രാപിക്കാൻ വന്നവരെല്ലാം നോക്കി നിൽക്കും, കല്ലങ്ങ് പോകും മേളിൽ. ഹല്ലേലൂയ. ഇതാണ് സത്യവചനം. മായം ചേർക്കാത്ത പാൽ ഇതാണ്. ഇതിനെ